ഈ ഘട്ടത്തിൽ. അതേസമയം PV അൻവറിന്റെ അറസ്റ്റിൽ സ്പീക്കർ AN ഷംസീറിന്റെ പ്രതികരണം റിപ്പോർട്ടറിനോട് വന്നു. ഇംഗ്ലീഷ് പഴമൊഴി ഉദ്ധരിച്ചായിരുന്നു പ്രതികരണം. അറസ്റ്റിന്റെ വിവരം പോലീസ് അറിയിച്ചിരുന്നുവെന്നും റിമാൻഡ് ചെയ്തത് മജിസ്ട്രേറ്റ് അറിയിച്ചുവെന്നും സ്പീക്കർ പറഞ്ഞു. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അതിനു മുമ്പ് നമുക്ക് സ്പീക്കർ പറഞ്ഞത് കേൾക്കാം. Wherever is so high, low is above you എന്നാണ്. അറസ്റ്റിന് ശേഷം പോലീസിൻ്റെ ഇൻറ്റിമേഷൻ വന്നു. അറസ്റ്റിന് ശേഷം ഡിറ്റൻഷൻ്റെ ഇൻറ്റിമേഷൻ മജിസ്ട്രേറ്റിന് വന്നു. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോട്, അതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും സൂചിപ്പിക്കാതെയാണ്, എന്നാൽ നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന മട്ടിലാണ് ഇപ്പോൾ സ്പീക്കറുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായിരുന്നു സ്പീക്കറുടെ പ്രതികരണത്തിൽ ഇത് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? നേരത്തെ CPM-ഉം LDF കൺവീനറുമെല്ലാം ഈ അറസ്റ്റിനെ ന്യായീകരിച്ച് രംഗത്തെത്തുന്നത് കണ്ടു. ഇപ്പോൾ സ്പീക്കറിന്റെ പ്രതികരണത്തിലും അത് തന്നെയല്ലേ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ആദിൽ പാലോട്. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേരുക. ഇപ്പോൾ സ്പീക്കർ AN ഷംസീർ, അതിൽ കേൾക്കാമെങ്കിൽ LDF കൺവീനറിന്റെയും CPM-ന്റെയും അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്പീക്കറും പങ്കുവച്ചിരിക്കുന്നത്, അല്ലേ? പറയുന്നതിൻ്റെ പരമാവധി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സ്പീക്കർ AN ഷംസീറും അതുതന്നെ ആ നിലപാട് തന്നെ ആവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പോലീസ് എത്തുമ്പോൾ ഈ PV അൻവർ പോലീസിനോട് പറഞ്ഞിരുന്നത് സ്പീക്കറുടെ അനുമതി വേണമെന്നാണെന്ന്. അതിന് തൊട്ട് പിന്നാലെ തന്നെ സ്പീക്കറുടെ ഓഫീസ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. സാധാരണഗതിയിൽ സ്പീക്കറുടെ അനുമതി വേണ്ടതില്ല, അറസ്റ്റ് ചെയ്ത ശേഷം അറിയിച്ചാൽ മതി എന്നുള്ളതാണ്. LDF MLA ആയിരുന്നതുപോലെയുള്ളൊരു ഒരു നീക്കമോ പ്രതികരണമോ അല്ല ഇപ്പോഴെന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ആ വിധത്തിലൊരു പ്രതികരണം ഈ ഘട്ടത്തിലും റിപ്പോർട്ടർ TVയോട് നടത്തിയിരിക്കുന്നു. എത്ര ഉന്നതനായാലും അതിനും മുകളിലാണ് നിയമം എന്ന കാര്യം മനസ്സിലാക്കണം എന്നതാണ് ഈ അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ പ്രതികരണം ഉള്ളത്. മാത്രമല്ല, ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് അറിയിച്ചിരുന്നു. പിന്നീട് റിമാൻഡ് ചെയ്തപ്പോൾ മജിസ്ട്രേറ്റും തന്നെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് നമുക്ക്. താങ്ക് യു ആദിൽ പാലോട്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. സ്പീക്കറിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. നേരത്തെ സ്പീക്കറിന്റെ അനുമതി വേണമോ വേണ്ടതില്ലയോ എന്ന കാര്യത്തിലൊക്കെ ഇന്നലെ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നിയമവൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞതും നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് വ്യക്തമാക്കിയതും ഈ ക്രിമിനൽ കേസുകളിലാണെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിന് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്പീക്കറെ അറിയിക്കുക എന്നതാണ് രീതി. മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തതിന് ശേഷം ആ കാര്യവും സ്പീക്കറെ ഔദ്യോഗികമായി അറിയിക്കണം. സിവിൽ കേസുകളിലാണെങ്കിൽ സഭ തുടങ്ങുന്നതിന് 40 ദിവസം മുൻപോ സഭ തുടങ്ങിയതിന് ശേഷം 40 ദിവസത്തിന് ശേഷമോ അത്തരം അറസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രിവിലേജ് നിലവിൽ MLA മാർക്ക് ഉണ്ട്. ഇതല്ലാതെ ക്രിമിനൽ കേസുകളിൽ MLA മാർക്ക് ഒരു തരത്തിലുള്ള പ്രിവിലേജും ഇല്ല എന്നതാണ് വാസ്തവം.